മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ തന്റെ വിശ്വസ്തനായ ഗോവർദ്ധനെ വിളിച്ചു. ഫോണിൽ മറുതലക്കൽ ഗോവർദ്ധൻ ആശുപത്രിയിലെ തിരക്കിലായിരുന്നു. ഗോവർദ്ധൻ, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? നീ എല്ലാം തന്നെ ശ്രദ്ധിക്കണം. ബാലചന്ദ്രന്റെ ശബ്ദത്തിൽ തളർച്ചയുണ്ടായിരുന്നു. ബാലേട്ടാ, ഇവിടെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. സുനിൻ ചേച്ചി വന്നിട്ടുണ്ട്. ബാലേട്ടൻ സമാധാനമായിരിക്ക്, ഗോവർദ്ധനൻ ആശ്വസിപ്പിച്ചു. എങ്കിലും ഗോവർദ്ധനന്റെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. അയിനെ തിരികെ ചെന്നപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നവൻ തിരക്കി. ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഗോവർദ്ധനൻ. ഞാൻ എല്ലാവരെയും ഇവിടെ നിന്നും അടിച്ചിറക്കി വിട്ടിട്ടുണ്ട്. ഇനി അവർക്ക് കൈതക്കലിലെ വീട്ടിൽ പോയി എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ വീട്ടിൽ ആര് വാഴണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് ബാലചന്ദ്രൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ കാര്യങ്ങൾ അത്ര ലളിതമായിരുന്നില്ല. ശിവേട്ടനും രാജീവും ചേർന്ന് എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന വിവരം ഗോവർദ്ധനൻ കൈമാറി. അവർ രണ്ടുപേരും വലിയ വിഷമമാണ് ബാലേട്ട, സൂക്ഷിക്കണം. ഗോവർദ്ധനന്റെ മുന്നറിയിപ്പ് ബാലചന്ദ്രന്റെ ഉള്ളിൽ തീക്കനലായി അവശേഷിച്ചിരുന്നു. ഫോൺ സംഭാഷണം കഴിഞ്ഞ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അലീന അങ്ങോട്ടേക്ക് വന്നത്. അപകടത്തിന് ശേഷം അയാൾ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു തട്ടത്തിൽ കുറച്ച് കൊഴുക്കട്ടയും ചായയുമായി വന്ന അലീന അവൾ അച്ഛനെ നിർബന്ധിച്ചു. അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ, ഇത് കഴിക്ക്. ഓരോ ടെൻഷനുകൾക്കിടയിൽ വിശപ്പ് പോലും മറന്നുപോയെന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ താനും ഒന്നും കഴിച്ചിട്ടില്ലെന്ന സത്യം അലീന വെളിപ്പെടുത്തി. സ്നേഹപൂർണമായ ആ നിർബന്ധത്തിനൊടുവിൽ ഇരുവരും ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ മറുവശത്ത് ഹരി തൻ്റെ ലോകത്തായിരുന്നു. പ്രണയത്തിൻ്റെ മറവിൽ അവൻ ശരണ്യ എന്ന പെൺകുട്ടിയെ കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമത്തിലായിരുന്നു. ബൈക്കിൽ അവളെയും കൂട്ടി നഗര തിരക്കുകളിൽ നിന്നും മാറി ഒരു വിജനമായ റിസോർട്ടിലേക്കാണ് അവൻ അവളെ കൂട്ടിപ്പോയത്. ശരണ്യയുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത് ഹരി? എനിക്ക് പേടിയാവുന്നു, അവൾ ചോദിച്ചു. എന്നാൽ തൻ്റെ വാക്കുചാതുര്യം കൊണ്ട് അവൻ അവളെ സമാധാനിപ്പിച്ചു. എന്നാൽ ഒടുവിൽ അവരെത്തിയത് മനോഹരമായ എന്നാൽ ആൾതാമസമില്ലാത്ത ഒരു റിസോർട്ടിലേക്കായിരുന്നു. അവിടെയുള്ള ജീവനക്കാരൻ ഗേറ്റ് കീപ്പറായും പാചകക്കാരനായും റിസപ്ഷനായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമായിരുന്നു. ഹരി ഒരു റൂം ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ശരണ്യ പറഞ്ഞു, നമുക്കെന്തിനാ റൂമൊക്കെ, നമുക്ക് ഉടനെ തന്നെ തിരിച്ചു പോവേണ്ടതല്ലേ? എന്നാൽ പിന്നെ ഫ്രഷ് ആവാനെന്ന വ്യാജേന ഹരി വീണ്ടും റൂം എടുക്കാൻ നോക്കി. അന്നേരം അവൻ്റെ ഉള്ളിലെ വഞ്ചനയൊന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് മനു എത്തി. വീടിൻ്റെ അന്തരീക്ഷം മനുവിനെയും ഒരുപാട് വേദനിപ്പിച്ചു. അലീന മനുവിന് ഭക്ഷണം നൽകി. ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് അവരുടെ സംഭാഷണം ഏറെ ഹൃദയസ്പർശിയായിരുന്നു. അസ്ഥിക്ക് പിടിച്ച് പ്രണയം വരുമ്പോഴോ, പ്രിയപ്പെട്ടവർ മരിക്കുമ്പോഴോ, അല്ലെങ്കിൽ വലിയ അപമാനം നേരിടുമ്പോഴോ ആണ് മനുഷ്യർ ഭക്ഷണം പോലും കഴിക്കാൻ മറന്നു പോകുന്നത്. മനുവിൻ്റെ ഈ വാക്കുകൾ അലീനയുടെ ഉള്ളിൽ തട്ടി. തൻ്റെ കുടുംബം അലീനയോട് ചെയ്ത ക്രൂരതകൾക്ക് മനു മാപ്പ് ചോദിച്ചു. പക്ഷേ അലീനയുടെ മറുപടി അവനെ ചിന്തിപ്പിച്ചു. ഇവിടെ അർഹതയില്ലാതെ ഒരിടത്താണ് ഞാൻ നിൽക്കുന്നത്. അച്ഛൻ എന്നെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മനുവേട്ടാ. പക്ഷേ എൻ്റെ സാന്നിധ്യം അച്ഛന് എത്രത്തോളം വേദനയുണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം, അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ, വൈജയന്തിയുടെ മൗനം, തൻ്റെ അനാഥത്വം എല്ലാം കൂടി അവൾ വലിയൊരു ഭാരമായി മാറി. മനു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അതിനിടയിലാണ് ഏറെ നാളായി കാത്തിരുന്ന ഗംഗാധരൻ ബാലചന്ദ്രനെ വിളിക്കുന്നത്. ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയ അദ്ദേഹം അവിടുത്തെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരുന്നു. ബാലചന്ദ്രൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന കള്ളക്കഥകൾ സത്യമല്ലെന്ന് തനിക്കറിയാമെന്ന് ഗംഗാധരൻ തുറന്നു പറഞ്ഞു. അലീന വൈജയന്തിയുടെ മകളാണെന്ന് എനിക്കറിയാം ബാലചന്ദ്ര. അന്ന് അവിടെ വന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതായിരുന്നു. പക്ഷേ സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. ഗംഗാധരൻ്റെ വാക്കുകൾ ബാലചന്ദ്രനെ ശരിക്കും ഞെട്ടിച്ചു. സത്യം പുറത്തു വന്നാൽ വൈജയന്തി ആത്മഹത്യ ചെയ്യുമെന്ന ഭയം ഗംഗാധരനുണ്ടായിരുന്നു. അലീനയ്ക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടുക എന്നതാണ് യഥാർത്ഥ നീതിയെന്ന് ബാലചന്ദ്രൻ വാദിച്ചു. ഗംഗാധരൻ ഉടനെ തന്നെ നാട്ടിലേക്ക് എത്തുമെന്നും നേരിട്ട് സംസാരിക്കാമെന്നും ഉറപ്പ് നൽകി. എങ്കിലും അലീനയെ കുറച്ചു ദിവസം മാറ്റി നിർത്തണമെന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ബാലചന്ദ്രൻ തള്ളിക്കളഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ രക്തമാണ്, എൻ്റെ മകളാണ്, അവളെ ഞാൻ മാറ്റി നിർത്തില്ല എന്നായിരിക്കും ബാലചന്ദ്രൻ്റെ വാദം. പിന്നീട് ആശുപത്രിയിലെ ബില്ലടക്കാൻ ഹരിയുടെയും മറ്റും വിസമ്മതം ബാലചന്ദ്രനെ വീണ്ടും പ്രകോപിതനാക്കുന്നു. അവളുടെ ഭർത്താവ് തന്നെ ബില്ലടക്കട്ടെ എന്ന് അവരുടെ ക്രൂരമായ നിലപാട് അയാളെ ഒരുപാട് വേദനിപ്പിച്ചു. ഒടുവിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന വൈജയന്തിയെ കാണാൻ വേണ്ടി ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഗോവർദ്ധനൻ ചോദിച്ച ചോദ്യം അയാളെ ചിന്തിപ്പിച്ചു. സങ്കടം തോന്നുന്നില്ലേ? ബാലചന്ദ്രൻ്റെ മനസ്സിൽ അന്ന് വൈജയന്തി പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ മുഴങ്ങി. നിങ്ങളുടെ ഭാര്യയായിരിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. എൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കഴിയുന്നത് എന്ന വൈജയന്തിയുടെ വാക്കുകൾ ബാലചന്ദ്രന് വല്ലാത്ത സങ്കടമുണ്ടാക്കി. സ്നേഹത്തിൻ്റെയും ചതിയുടെയും കുടുംബത്തിലെ വിള്ളലുകൾ നിറഞ്ഞ ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും തന്നെ അറിയാൻ കഴിയില്ല. സത്യങ്ങൾ അങ്ങനെ വെളിപ്പെടുമ്പോൾ തകരുന്ന ബന്ധങ്ങളും സത്യങ്ങൾക്കിടയിൽ നേടിത്തേടുന്ന ഒരു പെൺകുട്ടിയും അവളെ സംരക്ഷിക്കാൻ പോരാടുന്ന ഒരച്ഛനും കൂടി ചേർന്നിരിക്കുന്ന ഈ ഒരു സങ്കീർണമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.